എല്ലാ കുട്ടികൾക്കും കോട്ടാക്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോമിസസിനെ കുറിച്ചാണ്. അപ്പോൾ പ്രോമിസസ് അസിങ് നോഡ്ജസ് അല്ലെങ്കിൽ അസിങ് ജാവാസ്ക്രിപ്റ്റ് അതിൻ്റെ ഒരു ബാക്ക് ബോൺ ആണ് പ്രോമിസസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ജാവാസ്ക്രിപ്റ്റ് അറിയുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ അസിങ്ക്രോണസ് ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ പ്രോമിസസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രോമിസസിനെ കുറിച്ചാണ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് പ്രോമിസസിനെ ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ കോൾ ബാക്സ് എന്തെല്ലാമാണ്. അപ്പോൾ ഇത്തരത്തിലായിട്ടുള്ള കുറച്ച് കൗതുകം നിറഞ്ഞ കുറച്ച് അറിവുകളും തോട്ട് പ്രോസസ്സൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എന്താണ് പ്രോമിസ്? പ്രോമിസ് റെപ്രസെൻറ്റ് ദ ഇവൻച്വൽ റിസൾട്ട് ഓഫ് എൻ അസിങ് ഓപ്പറേഷൻ. അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ. അതായത് സിമ്പിളായിട്ട് പറയുമ്പോൾ ഒരു അസിങ് ഓപ്പറേഷൻ്റെ എവൻച്വൽ റിസൾട്ട്, അതായത് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ആ റിസൾട്ട് കിട്ടുന്നില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ഭാവിയിലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അതിനെയാണ് പ്രോമിസസിൻ്റെ എവൻച്വൽ റിസൾട്ട് ഓഫ് എൻ അസിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണ്? ആക്ച്വലി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ആ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ബാക്കി പണികളെല്ലാം കണ്ടിന്യൂ ചെയ്ത് പോവാം. റിസൾട്ട് വരുമ്പോൾ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ ഇത് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്റ്റാണ്. നമുക്കെന്താണ് നമ്മുടെ നോർമൽ പ്രോഗ്രാം റുട്ടീനിൽ നടക്കുന്ന പോലെയല്ല. അതായത് കോഡ് ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് ഓരോ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ആ ഫംഗ്ഷനിലോട്ട് പോയി എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ടിന് വെയിറ്റ് ചെയ്ത് ആ ഒരു മെത്തേഡിലല്ല. ലൈക്ക് നമ്മളൊരു ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ആ ഫംഗ്ഷൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ളൊരു ഒരു 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 എവൻച്വലായിട്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ അഗൈൻ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. അപ്പോൾ ഈ തോട്ട് പ്രോസസ്സ് നമ്മൾ കറക്റ്റായിട്ട് മൈൻഡിൽ കിട്ടിയുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ടുള്ള അസിങ്ക്രണസ് കോഡുകളൊക്കെ എഴുതാൻ പറ്റുള്ളൂ, അതിനെ ഡിബഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രോമിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സിമ്പിളായിട്ട് പറയുമ്പോൾ പ്രോമിസസ് എന്താണ്? നമ്മളൊരു ഫംഗ്ഷൻ കോൾ വിളിക്കുമ്പോൾ ആ ഫംഗ്ഷൻ കോളിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. ആ ഫംഗ്ഷൻ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും എക്സിക്യൂഷൻ കംപ്ലീഷനായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ടാവുക. അത്രയും മനസ്സിലാക്കിയാൽ മതി ഒരു പ്രോമിസ്. അത് എവൻച്വലി നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അതാണ് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പ്രോമിസ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പ്രോമിസസിന് 3 സ്റ്റേറ്റുകളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്ന് പെൻഡിങ്, അതുപോലെ ഫുൾഫിൽഡ്, അതുപോലെ റിജക്റ്റഡ്. ഓക്കെ, അപ്പോൾ പെൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പറേഷൻ നോട്ട് യെറ്റ് കംപ്ലീറ്റ്, ഓപ്പറേഷൻ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല പെൻഡിങ് സ്റ്റേറ്റിൽ. ഫുൾഫിൽഡ് എന്ന് പറയുമ്പോൾ എന്താണ്? കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. ഓപ്പറേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ലോജിക്ക് എൻഡ് ടു എൻഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കംപ്ലീറ്റ്ലി എക്സിക്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട്. റിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെയിൽഡ് വിത്ത് എ റീസൺ. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോമിസ് ഫെയിലായിപ്പോയി, അതൊരു എറർ ത്രോ ചെയ്തു, അതാണ് റിജക്റ്റഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പിസ്സ ഓർഡർ ചെയ്ത് ഇരിക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, പിസ്സ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി ഡെലിവർ ആവില്ല. കുറച്ച് സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഓർഡർ ആയി അല്ലെങ്കിൽ ആ പിസ്സ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് ഡെലിവേർഡ് ചെയ്യും. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ പ്രോസസ്സുമായിട്ട് തിങ്ക് ചെയ്താൽ മതി പ്രോമിസിൻ്റെ എക്സിക്യൂഷനൊക്കെ, അതുപോലെ സ്റ്റേറ്റ്സും. അപ്പോൾ പിസ്സ അറൈവ്സ് ഹോട്ട്, അതായത് പിസ്സ കറക്റ്റായിട്ട് വന്നു, അതിനെ ഫുൾഫിൽഡാണ്. ഒരുപക്ഷെ പിസ്സ കൊണ്ടുവന്ന് തരാൻ ഇരിക്കുന്ന സമയത്തായിരിക്കും അത് കൈ തട്ടി താഴെ വീഴുന്നത്, അപ്പോൾ അത് ഡ്രോപ്പ്ഡ്, അപ്പോൾ റിജക്റ്റഡ് ആയി. അപ്പോൾ അത്രയും സിമ്പിളാണ്. പെൻഡിങ്, ഫുൾഫിൽഡ്, റിജക്റ്റഡ്, 3 സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ പ്രോമിസസിൻ്റെ ഒരു ഹാഫ് ഭാഗം കംപ്ലീറ്ററായി. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഏകദേശം പ്രോമിസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു കേപ്പബിലിറ്റി ആയി. ഇത് ഒരു പ്രോമിസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രോമിസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ട കോഡ് ബ്ലോക്ക് നമുക്ക് യൂസ് ചെയ്യാം. എന്താണ്? കോൺസ്റ്റ് മൈ പ്രോമിസ് ഈക്വൽ ടു ന്യൂ പ്രോമിസ്. ഈ ന്യൂ പ്രോമിസിൻ്റെ ഉള്ളിലോട്ട് നമ്മളൊരു ഫംഗ്ഷനാണ് പാസ് ചെയ്യുന്നത്. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ 2 പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. ഒന്ന് റിസോൾവ്, ഇന്നൊന്ന് റിജക്റ്റ്. ഓക്കെ, റിസോൾവ്, റിജക്റ്റ് ആണ് ഫസ്റ്റ് 2 പാരാമീറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? ഈ ഒരു പ്രോമിസ് എന്താ ചെയ്യുന്നത്? ഈ ഒരു ഒബ്ജക്റ്റ് കൺസ്ട്രക്ഷൻ എന്താ ചെയ്യുന്നത്? ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മളൊരു കോഡ് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റ് സക്സസ് ഈക്വൽ ടു ട്രൂ. ഒരു വേരിയബിൾ നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ ട്രൂ ആക്കി ഇനീഷ്യലൈസ് ചെയ്തു. നമ്മൾ ഇഫ് സക്സസ്
റിസോൾവ് സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ്ങിനെ റിസോൾവ് ചെയ്യാൻ പറഞ്ഞു. എൽസ് റിജക്റ്റ് സംതിങ് വെൻ റോങ് എന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു കോഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, ബേസിക് ജാവാസ്ക്രിപ്റ്റ് നോളജ് മതി. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു പ്രോമിസിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇനി പ്രോമിസസിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ, അല്ലെങ്കിൽ പ്രോമിസ് എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കൊണ്ടുവന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഒരു പ്രോമിസിനെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ന്യൂ പ്രോമിസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിലോട്ട് ഒരു ഫംഗ്ഷനെ പാസ് ചെയ്യും. ഓക്കെ, ഈ ഫംഗ്ഷനെ നമ്മൾ എക്സിക്യൂട്ടർ എന്നാണ് പറയാം. എക്സിക്യൂട്ടർ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ ഇതിനെ പറയാം. ഈ എക്സിക്യൂട്ടർ ഫംഗ്ഷൻ്റെ പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുന്ന രണ്ട് പാരാമീറ്റർ ഉണ്ട്, റിസോൾവ്, റിജക്റ്റ്. ഈ രണ്ടെണ്ണം എന്താണ്, ഓരോ മെത്തേഡുകളാണ്, ഓരോ ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഈ ഫങ്ഷൻസിന് എന്ത് പേര് നിങ്ങൾക്ക് കൊടുക്കാം, ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങളിലോട്ട് പാസ്സാവുന്നതാണ്. അപ്പോൾ ഈ റിസോൾവ് എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ പ്രോമിസ് എന്താവും, നമ്മുടെ സ്റ്റേറ്റ് കണ്ടു കഴിഞ്ഞാൽ നേരത്തെ എന്താണ്, ഫുൾഫിൽഡ് ആണ്. അപ്പോൾ റിസോൾവ് വിളിക്കുമ്പോൾ അത് ഫുൾഫിൽഡ് ആവും. അതുപോലെ റിജക്റ്റ് വിളിക്കുമ്പോൾ അതെന്താവും, റിജക്റ്റഡ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു പ്രോമിസിൻ്റെ ഒരു ക്രിയേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കോഡ്സിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം ഇത് എപ്പോഴും റിസോൾവ് ആകും മാത്രമേ ചെയ്യുള്ളൂ. എപ്പോഴും ഫുൾഫിൽഡ് ആകാൻ പോകുന്നൊരു പ്രോമിസിൻ്റെ ഒരു കോഡാണിത്. കാരണം എന്താണ്, സക്സസ് ട്രൂ ആണ്, ട്രൂ ഒരിക്കലും മാറുന്നില്ല. അത് സക്സസ് ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് റിസോൾവ് വിളിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഈ പ്രോമിസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നത് ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ രണ്ട് പാരാമീറ്റർ ഉണ്ട്, റിസോൾവ്, റിജക്റ്റ്. ഈ റിസോൾവ്, റിജക്റ്റ് അഗെയിൻ ഓരോ ഫങ്ഷൻസ് ആണ്, അതിനെ ഹാൻഡ്ലേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ റിസോൾവ് സെറ്റിൽസ് വിത്ത് എ വാല്യൂ. റിസോൾവ് എപ്പോഴും എന്താണ്, പ്രോമിസിനെ സെറ്റിൽ ചെയ്യുന്ന എന്താണ്, ഒരു വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ സെറ്റിൽ ചെയ്യുന്നത്. ഈ സെറ്റിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ കണ്ടു പ്രോമിസിന് 3 സ്റ്റേറ്റ് ആണുള്ളത്, പെൻഡിങ്, ഫുൾഫിൽഡ്, റിജക്റ്റഡ്. അപ്പോൾ ഇത് അതിൻ്റെ സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രോമിസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് പെൻഡിങ് സ്റ്റേറ്റിലാണെന്ന് പറയും. അതുപോലെ തന്നെ ഒരു പ്രോമിസ് റിസോൾവ് അല്ലെങ്കിൽ റിജക്റ്റ് ആകുമ്പോൾ നമ്മൾ അതിന് എന്ത് പറയും, പ്രോമിസ് സെറ്റിൽഡ് ആയി എന്ന് പറയും. ഈ സെറ്റിൽഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോമിസിൻ്റെ എക്സിക്യൂഷൻ ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. പക്ഷേ അത് എററായിരിക്കാം ത്രോ ചെയ്തിട്ടുണ്ടാവുക മേ ബി, അല്ലെങ്കിൽ റിസൾട്ടായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. പക്ഷേ അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. എയ്തർ റിസോൾവ് റിജക്റ്റ്, റിസോൾവ് ആയതോ അല്ലെങ്കിൽ റിജക്റ്റോ ആയിട്ടുള്ള ഒരു പ്രോമിസിനെ നമ്മൾ സെറ്റിലായി എന്ന് പറയാം. ഓക്കെ, റിസോൾവ് ആയി കഴിഞ്ഞിട്ടുള്ള പ്രോമിസ് നമ്മൾ ഫുൾഫിൽഡ് ആയി എന്ന് പറയും. റിജക്റ്റ് ആയിട്ടുള്ള പ്രോമിസിനെ നമ്മൾ എന്ത് പറയും, റിജക്റ്റഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ റിസോൾവ് സെറ്റിൽസ് വിത്ത് വാല്യൂ. അത് റിസോൾവ് എപ്പോഴും ഒരു വാല്യൂ ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുക. ഈ വാല്യൂ ആയിരിക്കും നമ്മുടെ പ്രോമിസ് റിട്ടേൺ ചെയ്ത് നമ്മുടെ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു API കോൾ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിസോൾവ് എന്തായിരിക്കും, API കോൾ ചെയ്തിട്ടുള്ള ഡാറ്റ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, റിജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ API കോളിൽ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ടു ക്രിയേറ്റ് ഓൾറെഡി ഫുൾഫിൽഡ് പ്രോമിസസ് വി ക്യാൻ യൂസ് ദ ഫോളോയിങ് യൂട്ടിലിറ്റി മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ അപ്പോൾ നമ്മുടെ കോഡിങ്ങിൻ്റെ സെനാരിയോയിൽ നോക്കുമ്പോൾ നമുക്ക് ചില കേസുകളിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി റിസോൾവ്ഡ് ആയിട്ടുള്ള പ്രോമിസിനൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ഏതർ ഇമ്മീഡിയറ്റ്ലി റിസോൾവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ റിജക്റ്റഡ് ആയിട്ടുള്ള പ്രോമിസുകളാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് മെത്തേഡുകളാണ് ഈ പ്രോമിസ് ഡോട്ട് റിസോൾവ് അല്ലെങ്കിൽ പ്രോമിസ് ഡോട്ട് റിജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്ടിലിറ്റി മെത്തേഡുകൾ. ഓക്കെ, അത് പ്രോമിസ് സബ്ജക്റ്റിൽ ഉള്ള മെത്തേഡുകളാണ്. ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇവിടെ വേണ്ടത്, നമുക്കിപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് പെൻഡിങ്, ഫുൾഫിൽ, റിജക്റ്റഡ് എന്നുള്ള സ്റ്റേറ്റുകളാണ്. അതുപോലെ എങ്ങനെ ഒരു പ്രോമിസിനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇനിയാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വരുന്നത്. ഇപ്പോൾ നമ്മുടെ മുക്കാൽ ഭാഗം പ്രോമിസസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ കഴിഞ്ഞു ആക്ച്വലി. ഓക്കെ, ഇനിയാണ് നമ്മുടെ ബാക്കി ഭാഗങ്ങളാണ് ഹാൻഡ്ലിങ് പ്രോമിസ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ. ഇതുവരെ നമ്മൾ തിയറി പോലെയാണ്, പെൻഡിങ്, ഫുൾഫിൽഡ്, റിജക്റ്റഡ്, അതുപോലെ എന്താണ് പ്രോമിസ് എന്നൊക്കെയുള്ളത് ഒരു തിയറിയാണ്. ഹാൻഡ്ലിങ് പ്രോമിസസ് ആണ് നമ്മുടെ ശരിക്കും ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു പ്രോമിസിനെ നമ്മൾ ഉപയോഗിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹാൻഡ്ലിങ് പ്രോമിസസ് എന്നുള്ള സെക്ഷനിലാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് 3 സെക്ഷനാക്കി നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹാൻഡ്ലിങ് എ പ്രോമിസ്. ഹാൻഡ്ലിങ് എ പ്രോമിസ് ഇൻ ജാവാസ്ക്രിപ്റ്റ് മീൻസ് റെസ്പോണ്ടിങ് ടു വെദർ ഇറ്റ് ഫുൾഫിൽഡ് ഓർ റിജക്റ്റഡ്. യു ഡു ദിസ് യൂസിങ് ദെൻ, ക്യാച്ച്, ഫൈനലി. ഓക്കെ, അപ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ പ്രോമിസ് എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രോമിസ് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ എനിവേ നമ്മളൊരു പ്രോമിസിനെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രോമിസ്, ഇപ്പോൾ നമ്മൾ ഇതുവരെ പ്രോമിസിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ ഇവിടെ ചെയ്തത് അല്ലേ. പ്രോമിസിനെ ക്രിയേറ്റ് ചെയ്തു,
അപ്പോൾ നമ്മൾ മനസ്സിലാക്കി പ്രോമിസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ ആ പ്രോമിസ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് റിസോൾവ് ഉപയോഗിക്കണം, മെത്തേഡ് ഉപയോഗിക്കണം. അതുപോലെ എന്തെങ്കിലും എറർ ത്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിജക്റ്റ് ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇപ്പോഴും നമുക്ക് റിസൾട്ട് കയ്യിൽ കിട്ടിയിട്ടില്ല നമുക്ക്, അല്ലേ? നമ്മളിപ്പോൾ ഒരു API കോൾ, സപ്പോസ് ഇതിനുള്ളിൽ നമ്മളൊരു API കോൾ ചെയ്തെന്ന് വിചാരിക്കുക, ആ റിസൾട്ട് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ കോൺസ്റ്റ് മൈ പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോമിസിനെ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ആ പ്രോമിസിനെ ഒരിക്കലും കൺസ്യൂം ചെയ്തിട്ടില്ല ഇതുവരെ, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിലാണ് ദെൻ ക്യാച്ച് ഫൈനലി. അപ്പോൾ ഒരു പ്രോമിസ് ക്രിയേറ്റ് ആയി കഴിഞ്ഞ് വെച്ചാൽ അത് ഫുൾഫിൽ ആയി കഴിഞ്ഞ് വെച്ചാൽ നമുക്കൊരു ബിസിനസ് ലോജിക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ റിജക്റ്റഡ് ആയി കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ അതിന് എറർ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ബാക്ക് എൻഡ് ഡെവലപ്പറാണ്, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫ്രണ്ട് എൻഡിലായിക്കോട്ടെ ബാക്ക് എൻഡിലായിക്കോട്ടെ, ഡാറ്റ വരുമ്പോൾ ഫുൾഫിൽഡ് ആയി കഴിഞ്ഞ് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് ആ ഡാറ്റ കൊണ്ട് എന്തെങ്കിലും ബിസിനസ് ലോജിക്ക് അഡീഷണലി ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിയാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു API വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പോണൻറ്റ് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ റിജക്റ്റഡ് ആണെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ ഒരു UAയിൽ ഒരു എറർ മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ എറർ ബൗണ്ടറിയിലോട്ടോ ഒരു മെസ്സേജൊക്കെ പാസ് ചെയ്യേണ്ട ആവശ്യം ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ദെൻ ക്യാച്ച് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദെന്നിലായിരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്, അപ്പോൾ അവിടെ ആയിരിക്കും നിങ്ങളുടെ ബിസിനസ് ലോജിക്ക് ചെയ്യുന്നത്. ക്യാച്ചിലായിരിക്കും അതിൻ്റെ എറർ വരുന്നത്, അപ്പോഴായിരിക്കും നിങ്ങൾ ആ എററിനെ എടുത്തിട്ട് ലോഗിലോട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അലർട്ടിംഗ് മെക്കാനിസത്തിലോട്ട് വിടുന്നത്. ഓക്കെ, അതുപോലെ ഫൈനലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനപ്പ് ആക്ടിവിറ്റീസിനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സക്സസ് ആയിക്കോട്ടെ ഫെയിലിയർ ആയിക്കോട്ടെ, നമ്മൾ ഫൈനലി കോൾ ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ നമ്മളത് ഒരു പ്രോമിസിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞ് വെച്ചാൽ വെദർ സക്സസ് ഓർ ഫെയിലിയർ നമുക്കൊരു സർട്ടൈൻ സെറ്റ് ഓഫ് കോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോഡെല്ലാം നമ്മൾ ഫൈനലി എന്നുള്ള ബ്ലോക്കിലാണ് നമ്മൾ ഇടുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 3 മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്, ദെൻ ക്യാച്ച് ഫൈനലി. ഈ ദെൻ എന്ന് പറയുന്നത് എന്താണ്, ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ക്യാച്ച് എന്ന് പറയുന്നത് നമ്മൾ റിജക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫൈനലി നമ്മൾ ഉപയോഗിക്കുന്നതോ ക്ലീനപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദെൻ മെത്തേഡ് ടേക്സ് അപ്പ് ടു 2 ആർഗ്യുമെൻറ്റ്സ്. ദ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഈസ് എ കോൾ ബാക്ക് ഫംഗ്ഷൻ for the fulfilled case of the promise, and the second argument is a callback function for the rejected case. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ദെന്നിന് 2 പാരാമീറ്ററാണ്, 2 ആർഗ്യുമെൻ്റാണ് അത് എടുക്കുക. ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്താണ്, ഒരു കോൾ ബാക്ക് ഫംഗ്ഷനാണ്. ഫുൾഫിൽ ആയി കഴിഞ്ഞ കേസിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ലോജിക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൾ ബാക്ക് ഫംഗ്ഷനാണ് അത് ഫുൾഫിൽഡ് കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്താണ്, നമുക്ക് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞു വെച്ചാൽ, ഒരു റിജക്റ്റഡ് കേസ് വന്നു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ ആ എററിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് ആർഗ്യുമെൻ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളിത് മനസ്സിൽ വെച്ചാൽ മതി, ദെൻ 2 ആർഗ്യുമെൻ്റ് വരും എന്നുള്ളത്. പക്ഷേ നമ്മുടെ റിയൽ ടൈം നോർമലി നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ദെന്നിലേക്ക് ഒരിക്കലും നമ്മൾ 2 ഹാൻഡിലേഴ്സ് പാസ് ചെയ്യാറില്ല. പകരം ദെന്നിലോട്ട് ഒരൊറ്റ സിംഗിൾ കോൾ ബാക്ക് ഫംഗ്ഷൻ നമ്മൾ പാസ് ചെയ്യാറുള്ളൂ, ഫുൾഫിൽഡ് കേസിന് വേണ്ടിയിട്ട് മാത്രം. കാരണം നമ്മൾ ദെന്നിനെ എക്സ്ക്ലൂസീവായിട്ട് ഫുൾഫിൽഡ് കേസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അധികവും 99% നമ്മൾ ഉപയോഗിക്കുക. നിങ്ങളുടെ കോഡൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, ഒരു API കോൾ ഫോർ എക്സാമ്പിൾ ആക്സിയോസ് വെച്ചിട്ട് axios.post എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ .then എന്ന് പറഞ്ഞിട്ട് അത് ഡാറ്റ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാണ് പറയുക. .catch എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഡാറ്റ അത് ഫെയിലായി കഴിഞ്ഞാൽ എന്താ ചെയ്യുകയെന്നൊക്കെയാണ് നമ്മൾ എഴുതുക. ഓക്കെ, ഒരിക്കലും നമ്മൾ ദെന്നിൻ്റെ ഉള്ളിൽ തന്നെ 2 ഫംഗ്ഷൻ എഴുതാറില്ല. അതുപോലെ തന്നെ ക്യാച്ച് ആൻഡ് ഫൈനലി മെത്തേഡ്സ് കോൾ ദെൻ ഇൻറ്റേർണലി ആൻഡ് മേക്ക് എറർ ഹാൻഡ്ലിംഗ് ലെസ് വെർബേഴ്സ്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ ഇവിടെ, അതായത് ക്യാച്ചും ഫൈനലി എന്താണ്, ഇൻറ്റേർണലി ഉപയോഗിക്കുന്നത് ദെൻ എന്നുള്ള കോൾ ബാക്കിനെ തന്നെയാണ്, അല്ലെങ്കിൽ ദെൻ എന്നുള്ള ഫംഗ്ഷനെ തന്നെയാണ്. അല്ലാതെ ക്യാച്ച് ഫൈനലിയും ഒരു സെപ്പറേറ്റ് എന്താ പറയുക, ഒരു ഇൻഡിവിജ്വൽ ഒരു കൺസ്ട്രക്റ്റ് ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഒരു ഫംഗ്ഷനൊന്നുമല്ല. അതില്ലാതെ നമുക്ക് കോഡ് എഴുതാൻ പറ്റും. കാരണം എന്താണ്, ഇൻറ്റേർണലി ദെന്നാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് തരുന്നത് എന്തിനാണ്, കോഡ് ഇത്തിരി കൂടി ക്ലീൻ ആവാൻ വേണ്ടിയിട്ടും നമ്മുടെ എറർ ഹാൻഡ്ലിങ് ലെസ് വെർബോസ് ആവാൻ വേണ്ടിയിട്ടാണ്. അതായത് എറർ ഹാൻഡ്ലിങ് ഇത്തിരിയും കൂടി പ്രഡിക്റ്റബിൾ ആക്കാൻ വേണ്ടിയിട്ടുമാണ് നമുക്ക് ഈ ക്യാച്ച് എന്നുള്ള മെത്തേഡും അതുപോലെ ഫൈനൽ എന്നുള്ള മെത്തേഡും നമ്മൾ ഉപയോഗിക്കുന്നത്. ഫൈനലി നമ്മൾ യൂഷ്വലി നമ്മൾ അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. ദെന്നും ക്യാച്ചുമാണ് ഒരു മെജോറിറ്റി കേസസിലും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ എ ക്യാച്ച് ഈസ് റിയലി ജസ്റ്റ് എ ദെൻ വിത്തൗട്ട് പാസിംഗ് ദ ഫുൾഫിൽമെൻറ്റ് ഹാൻഡ്ലർ. ഓക്കെ, അപ്പോൾ ക്യാച്ച് അത്രയേ ഉള്ളൂ.
ക്യാച്ച് എന്താ പറയുക, ക്യാച്ചിൽ 2 പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്തില്ല വിചാരിച്ചോ, അത് ഫസ്റ്റ് പാരാമീറ്റർ നല്ലതാണ്, സെക്കൻഡ് പാരാമീറ്റർ എന്താണ് ഒരു റിജക്റ്റഡ് കേസ് ഹാൻഡ്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അവിടെ അത് നമ്മുടെ രണ്ടും സെയിം ആണ്. അപ്പോൾ ദെൻ വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. ക്യാച്ച് വർക്ക് ചെയ്യുന്നതും ദെൻ വെച്ചിട്ടാണ്. ഇൻറ്റേർണലി ദെന്നിനെ വിളിക്കുകയാണ് ചെയ്യുന്നത് വിത്ത് എന്താണ് ഫസ്റ്റ് പാരാമീറ്റർ നല്ലായിട്ട്. കാരണം എന്താണ്, ദെന്നിൽ 2 പാരാമീറ്ററാണ് നമ്മൾ പാസ് ചെയ്യാൻ പറ്റുന്നത്, നമ്മളിവിടെ കണ്ടു. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ ഒരു സ്ലൈഡ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി വയ്ക്കണം എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കോഡ് സ്നിപ്പറ്റ് കാണാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു കോൺസ്റ്റ് പി ഈക്വൽ ടു ന്യൂ പ്രോമിസ് റിസോൾവ് റിജക്ട് സംതിങ് വെൻ റോങ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടൊരു പ്രോമിസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ പ്രോമിസ് എന്താണ്, ഇത് ഇമ്മീഡിയറ്റ്ലി റിജക്റ്റഡ് ആവും. പക്ഷെ ഇവിടെ നമ്മൾ ക്യാച്ച് കൊടുത്തിട്ടില്ല, അതുപോലെ ദെൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കാരണം എന്താണ്, നമ്മൾ നേരത്തെ ഇവിടെ കണ്ടു ദെൻ മെത്തേഡ് ടേക്സ് അപ്പ് ടു 2 ആർഗ്യുമെന്റ്. ദ ഫസ്റ്റ് ആർഗ്യുമെന്റ് ഈസ് എ കോൾ ബാക്ക് ഫംഗ്ഷൻ ഫോർ ദ ഫുൾഫിൽഡ് കേസ് ഓഫ് ദി പ്രോമിസ് ആൻഡ് ദ സെക്കൻഡ് ആർഗ്യുമെന്റ് ഈസ് എ കോൾ ബാക്ക് ഫംഗ്ഷൻ ഫോർ ദ റിജക്റ്റഡ് കേസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ്, ഈ പ്രോമിസ് റിസോൾവ് ആയി കഴിഞ്ഞ് വെച്ചാൽ ഫസ്റ്റ് പാരാമീറ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ആർഗ്യുമെന്റ് വിളിക്കും, അതാണ് ഉണ്ടാവാൻ പോകുന്നത്. അതുപോലെ ഇത് റിജക്റ്റഡ് ആയി കഴിഞ്ഞ് വെച്ചാൽ സെക്കൻഡ് ആർഗ്യുമെന്റ് വിളിക്കും. അപ്പോൾ എറർ ഹാൻഡ്ലിംഗ് ഇവിടെ നടന്നു. ഒരു ക്യാച്ച് എഴുതേണ്ട ആവശ്യം നമുക്കിവിടെ വന്നില്ല. പക്ഷെ നമ്മൾ ക്യാച്ച് എഴുതുമ്പോൾ എന്താണ്, ഇത്തിരി കൂടി കൺസൈസ് ആണ്, നമുക്ക് അറിയാൻ പറ്റും ഇതിലാണ് ക്യാച്ച് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ക്യാച്ച് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, ആ ഫസ്റ്റ് പാരാമീറ്റർ നള്ളാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി, ദെന്നിന് പകരം ക്യാച്ചായിട്ട് നമുക്കതിന് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് പി ഡോട്ട് ക്യാച്ച് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമുള്ളത്, ഈ പ്രോമിസസ് ദെന്നും ഈ ഫൈനലിയും അതുപോലെ ക്യാച്ചൊക്കെ പുതിയൊരു പ്രോമിസിനെയാണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ദ സെറ്റിൽഡ് സ്റ്റേറ്റ് ഓഫ് ദി പ്രോമിസ് ഡിറ്റർമിൻസ് വിച്ച് ഹാൻഡ്ലർ ഫംഗ്ഷൻ ടു എക്സിക്യൂട്ട്. ഇഫ് ദ ഇനീഷ്യൽ പ്രോമിസ് ഈസ് ഫുൾഫിൽഡ്, ദ ഫുൾഫിൽമെന്റ് ഹാൻഡ്ലർ ഈസ് കോൾഡ് വിത്ത് ദ ഫുൾഫിൽമെന്റ് വാല്യൂ. ഇഫ് ദ ഇനീഷ്യൽ പ്രോമിസ് ഈസ് റിജക്റ്റഡ്, ദ റിജക്ഷൻ ഹാൻഡ്ലർ ഈസ് കോൾഡ് വിത്ത് ദ റിജക്റ്റഡ് റീസൺ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രോമിസ് സെറ്റിൽഡ് ആയി കഴിഞ്ഞ് വെച്ചാൽ ആ സെറ്റിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഏത് ഹാൻഡ്ലർ വിളിക്കണം എന്നുള്ളതിനെ നമ്മൾ തീരുമാനിക്കുക. അതിപ്പോൾ ന്യൂ പ്രോമിസ്, ഇവിടെ കോൺസ്റ്റ് പി എന്നുള്ള ഈ പി എന്നുള്ള പ്രോമിസ് റിജക്റ്റഡ് ആയി കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു, നമ്മൾ റിജക്ഷൻ ഹാൻഡ്ലറിനെയാണ് കോൾ ചെയ്യുന്നത്. അതുപോലെ സക്സസ്ഫുൾ ആയി എന്ന് വിചാരിക്കുക, റിസോൾവ് ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താണ്, റിസോൾവ്മെന്റ് ഹാൻഡ്ലറിനെയാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ ക്യാച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദെൻ ക്യാച്ച് ഫൈനലി എന്താണ്, ഒരു പുതിയ പ്രോമിസിനാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോമിസസിനെ എന്താ പറയുക, ഈ ദെന്നും ക്യാച്ചൊക്കെ പുതിയൊരു പ്രോമിസിനെ റിട്ടേൺ ചെയ്യുന്നുണ്ട് തന്നെ ഈ പ്രോമിസ് നമുക്ക് ചെയിൻ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കാണാം കോൺസ്റ്റ് മൈ പ്രോമിസ് ഈക്വൽ ടു ന്യൂ പ്രോമിസ്. നമ്മളൊരു പ്രോമിസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ പ്രോമിസ് എന്താണ്, ഒരു 300 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ റിസോൾവ് ചെയ്യുന്നുണ്ട്. ഫൂ എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിട്ട് തന്നെ റിസോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെ വിളിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം മൈ പ്രോമിസ് ഡോട്ട് ദെൻ എന്ന് പറഞ്ഞ് നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ ഈ ദെൻ എഗെയിൻ എന്താണ് റിട്ടേൺ ചെയ്യുന്നത്, ഒരു പ്രോമിസാണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോമിസിൻ്റെ ദെൻ എന്ന് പറഞ്ഞിട്ടുള്ളതിനെ വെച്ച് നമുക്ക് അതിനെ വിളിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ദെൻ എന്ത് റിട്ടേൺ ചെയ്യുക, എഗെയിൻ പുതിയൊരു പ്രോമിസാണ്. അപ്പോൾ അതിനെ നമുക്ക് ദെൻ എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഗെയിൻ പിന്നെ വിളിക്കാൻ പറ്റും. അങ്ങനെ എത്ര ലെവൽ വരെ വേണമെങ്കിലും നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ അതാണ് ഈ പ്രോമിസസ് ദീസ് ക്യാൻ ബി ചെയിൻഡ് എന്ന് പറയുന്നത്. പ്രോമിസസ് ക്യാൻ ബി ചെയിൻഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ മൈ പ്രോമിസ് എന്ന് വിളിക്കുമ്പോൾ മൈ പ്രോമിസ് റിസോൾവ് ആകുമ്പോൾ എന്ത് വിളിക്കും, ദെന്നിൻ്റെ ഹാൻഡിൽ ഫുൾഫിൽഡ് എന്നുള്ള ഫംഗ്ഷൻ വിളിക്കും. ഹാൻഡിൽ ഫുൾഫിൽഡ് യുടെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്, അത് റിജക്ഷൻ ആണോ ഇതാണോ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ദെൻ വിളിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ ചെയിൻ ചെയ്ത് പോവുക. അപ്പോൾ ഒരു പ്രോമിസസിനെ നിങ്ങൾക്ക് പി എന്നുള്ള പ്രോമിസിന് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി പോവാം. പി ഡോട്ട് ദെൻ ഡോട്ട് ദെൻ ഡോട്ട് ദെൻ ഡോട്ട് ദെൻ ഡോട്ട് ദെൻ ഡോട്ട് ദെൻ ഡോട്ട് അങ്ങനെ എഴുതി പോവാം, ഒരു കുഴപ്പമില്ല. ദ കംപ്ലീഷൻ ഓഫ് ദി ഹാൻഡ്ലർ ഡിറ്റർമിൻസ് ദ സെറ്റിൽഡ് സ്റ്റേറ്റ് ഓഫ് ദി ന്യൂ പ്രോമിസ്. അതും കൂടിയുണ്ട്. ഒരു ഹാൻഡ്ലർ വിളിക്കുമ്പോൾ ആ ഹാൻഡ്ലറിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നമ്മൾ മൈ പ്രോമിസ് വിളിച്ചു, ഈ മൈ പ്രോമിസിൻ്റെ അവിടെ ദെൻ വിളിച്ചു. അപ്പോൾ ഇവിടെ അത് റിസോൾവ് ആയി കഴിയുമ്പോഴാണ് ഈ ഹാൻഡിൽ ഫുൾഫിൽഡ് എന്നുള്ള ഫംഗ്ഷൻ വിളിക്കുക. ഈ ഹാൻഡിൽ ഫുൾഫിൽഡ് എഗെയിൻ റിജക്റ്റഡ് ആയി കഴിഞ്ഞ് വെച്ചാൽ
എന്താണ് ഹാൻഡിൽ റിജക്റ്റഡ് ബി ആണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഹാൻഡിൽ ആൻഡ് കംപ്ലീഷനാണ് പുതിയ പ്രോമിസിൻ്റെ സ്റ്റേറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഒരു പ്രോമിസ് ഇനീഷ്യലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് പെൻഡിങ് സ്റ്റേറ്റിലായിരിക്കും. അത് ഫുൾഫിൽ ആകുമ്പോഴാണ് നമ്മൾ ദെൻ എന്നുള്ള ഫംഗ്ഷൻ വിളിക്കുക. അപ്പോൾ അത് സെറ്റിൽഡ് സ്റ്റേറ്റ് ആയി. അതുപോലെ തന്നെ റിജക്റ്റ് ആകുമ്പോൾ നമ്മൾ ക്യാച്ച് റിജക്ഷൻ അല്ലെങ്കിൽ ദെൻ ഓൺ റിജക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം മെത്തേഡ് വിളിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ദെന്നിലോട്ട് അഗെയിൻ ഏതർ നിങ്ങൾക്ക് ദെന്നിനെ വെച്ചിട്ട് തന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ക്യാച്ച് വെച്ചിട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഈ രണ്ട് സെനാരിയോയിലും അതിൻ്റെ പ്രോമിസിൻ്റെ സ്റ്റേറ്റ് എന്താണ്? സെറ്റിൽഡ് ആണ്. ഓക്കെ, എന്നിട്ട് ഇത് റിട്ടേൺ ചെയ്യുന്ന എന്താണ്? അഗെയിൻ പിന്നെ ഒരു പ്രോമിസ് ആയിരിക്കും. അങ്ങനെ 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 ചെയ്ത് പോവാം. ഓക്കെ, ഇത് ഒരു അഡീഷണൽ ഒരു നോളജാണ് ദെന്നബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാ വീഡിയോസിലും നമ്മൾ ഇതിൽ യുണീക്കായിട്ട് നമ്മുടെ ഒരു കുറച്ച് കണ്ടൻറ്റ് നമ്മൾ അല്ലെങ്കിൽ ഒരു യൂസേഴ്സ് കൂടുതലായിട്ട് എത്തിപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യമാണ് ദെന്നബിൾസ്. അപ്പോൾ ഈ ദെന്നബിൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാവാസ്ക്രിപ്റ്റ് എക്കോസിസ്റ്റം ഇപ്പോഴാണ് ഒന്ന് സ്റ്റേബിളൈസ് ആയത്. അപ്പോൾ അതിന് മുൻപ് ഈ പ്രോമിസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്താണ് പല ടൈപ്പിൽ ആൾക്കാർ ഇതിൻ്റെ പ്രോമിസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തിരുന്നു. പല ബ്രൗസേഴ്സ് അല്ലെങ്കിൽ പല എൻജിൻസ് പല ടൈപ്പിൽ ഇതിൻ്റെ പ്രോമിസ് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ ഡിഫറെൻ്റ് ആയിരുന്നെങ്കിൽ കൂടി അറ്റ് ദ മിനിമം അപ്പം നമ്മളിപ്പോൾ ഉള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രോമിസ് ലൈക്ക് ഒബ്ജക്ട്സും അല്ലെങ്കിൽ പ്രോമിസസും ദെന്നബിൾ ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഈ ഇൻ്റർഫേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റർഫേസ് നമ്മളൊരു കോൺട്രാക്റ്റ് പോലെയാണ്. അത് ഇൻ്റർഫേസിൽ നമ്മൾ ഡെഫിനിഷൻ മാത്രമേ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു ഡിക്ലറേഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഡെഫിനിഷൻ അല്ല, ഡിക്ലറേഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എന്താണ് അതിൻ്റെ ഉള്ളിലോട്ടുള്ള ഇൻപുട്ട്, എന്തായിരിക്കും അതിൻ്റെ ഉള്ളിലുള്ള ഔട്ട്പുട്ട്. അപ്പോൾ ആ ഒരു ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഫങ്ഷൻസ് എൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ എഴുതുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോമിസിൻ്റെ ഇൻ്റർണൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെ വേണമെങ്കിലും ആയിരിക്കാം. പക്ഷേ നമ്മുടെ ഒരു യൂസറെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കോൺട്രാക്റ്റ് കിട്ടി, ഈ ഫംഗ്ഷൻ വിളിച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഗുണം. ഓക്കെ, അപ്പോൾ ദെന്നബിൾ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാനദണ്ഡം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദെന്നബിൾ ഇൻ്റർഫേസ് എപ്പോഴും ദെൻ എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ആ മെത്തേഡിലേക്കുള്ള പാരാമീറ്റർ രണ്ട് കോൾ ബാക്ക് ആണ്, ഓൺ ഫുൾഫിൽഡും ഓൺ റിജക്റ്റഡും. ഓൺ ഫുൾഫിൽഡ് വിളിക്കുമ്പോൾ അത് ഫുൾഫിൽഡായി, ഓൺ റിജക്റ്റഡ് വിളിക്കുമ്പോൾ അത് റിജക്റ്റഡ് പ്രോമിസായി. അതുപോലെ തന്നെ പ്രോമിസസും ദെന്നബിൾസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും എവിടെയും കണ്ടിട്ടുണ്ടായിരിക്കില്ല പ്രോമിസ് ഡോട്ട് റിസർവ് എ ദെന്നബിൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദെന്നബിൾ പാസ് ചെയ്തിരുന്നത്. കാരണം എന്താണ്, അങ്ങനെ നമ്മൾ പതിവ് ഉപയോഗിക്കില്ല. നമ്മൾ ഇതിലൂടെ മോഡേൺ ആയിട്ടുള്ള അപ്രോച്ചാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ദെന്നബിൾസ് ആണ്, പ്രോമിസും ഇറ്റ് സെൽഫ് ഒരു ദെന്നബിൾ ആണെന്ന് പറയാം. അതുകൊണ്ടാണ് അതിൻ്റെ പ്രോമിസസ് ഡോട്ട് ദെൻ എന്നുള്ളൊരു മെത്തേഡ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരിക്കലും നിങ്ങൾ ജനറൽ പർപ്പസ് ആണ്, ഇത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി ഈ ഒരു സംഭവം എന്താണെന്നുള്ളത്. നിങ്ങൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതെന്നുള്ളതാണ്. പക്ഷേ എന്താ പറയുക, നമ്മൾ നോർമലി നമ്മുടെ ഒരു ഇൻ്റർവ്യൂ സെനാരിയോസിലോ അല്ലെങ്കിൽ വേറൊരു സെനാരിയോസിലോ നിങ്ങൾക്ക് അധികം യൂസ് ചെയ്യാൻ വരില്ല. പക്ഷെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി നമുക്ക് അഡ്വാൻസ്ഡ് പ്രോമിസ് മെത്തേഡ്സിലോട്ട് നോക്കാം. അതായത് പ്രോമിസ് ഡോട്ട് ഓൾ. ഈ പ്രോമിസ് ഡോട്ട് ഓൾ എന്ന് പറയുന്നത് എന്താണ്, എല്ലാ പ്രോമിസിനെയും നമുക്കൊരു അറേ ഓഫ് പ്രോമിസസിനെ അതിലോട്ട് പാസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് അതിനെ വെയിറ്റ് ചെയ്യും. എല്ലാതും റിസർവ് ആവാനോ അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒന്ന് റിജക്റ്റ് ആയാൽ പെട്ടെന്ന് തന്നെ എല്ലാം റിജക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോമിസ് ഡോട്ട് ഓൾ ഉപയോഗിക്കാം. അതുപോലെ പ്രോമിസ് ഡോട്ട് ഓൾ സെറ്റിൽഡ്. ഈ പ്രോമിസ് ഡോട്ട് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അറേ ഓഫ് പ്രോമിസാണ് പാസ് ചെയ്യുക. ആ അറേ ഓഫ് പ്രോമിസസിൽ ഏതെങ്കിലും ഒരു പ്രോമിസ് റിജക്റ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റയർ ഫുള്ള് നമ്മളെ കൊടുത്തിരിക്കുന്ന ആ ഫംഗ്ഷൻ മൊത്തത്തിൽ റിജക്റ്റഡ് ആവും. പ്രോമിസ് ഡോട്ട് ഓൾ റിജക്റ്റഡ് ആവും. ഓക്കെ, അപ്പോൾ പ്രോമിസ് ഡോട്ട് ഓൾ സെറ്റിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോമിസുകളെല്ലാം റിജക്റ്റ് ആവണോ അല്ലെങ്കിൽ റിസോൾവ് ആവണോ വരെ എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓളിൽ നമ്മൾ ABC എന്ന് പറഞ്ഞുള്ള 3 പ്രോമിസസ് കൊടുത്തു. പക്ഷേ A ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ Bയും Cയും അത് എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ,
പക്ഷേ ഓൾ സെറ്റിൽഡിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാലും ബിയും സിയും ഒക്കെ എക്സിക്യൂട്ട് ആവും. ഓക്കെ, അതുപോലെ പ്രോമിസ് ഡോട്ട് റൈസ് നമ്മൾ ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രോമിസുകളെ നമ്മൾ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോർമലി റേസ് ചെയ്യിപ്പിക്കുക, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സെനേരിയോസ് ആണെന്ന് വിചാരിച്ചോളൂ. ഒരു API കോള് 5 സെക്കൻഡുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു, അല്ലെങ്കിൽ ഒരു ഫയൽ അപ്ലോഡ് നിങ്ങൾക്കൊരു 5 സെക്കൻഡുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു എന്താ പറയുക എൻഡ് ഗോള്. ഓക്കെ, പക്ഷേ അത് 5 സെക്കൻഡിൽ കൂടുതൽ ഒരിക്കലും എടുക്കാൻ പാടില്ല എന്ന് എൻഷുർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രോമിസ് ഡോട്ട് റൈസ് ഉപയോഗിക്കാം. അതിൻ്റെ തൊട്ട് ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് നമ്മുടെ ഫയൽ അപ്ലോഡിൻ്റെ ഇതും പ്രോമിസും, അതുപോലെ സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് ഒരു ടൈമറും നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് റിസോൾവ് ചെയ്യുന്ന പ്രോമിസ് ആണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ കറക്റ്റായിട്ട് റിസോൾവ് ആവും. രണ്ടാമത്തെ റിജക്റ്റ് ആണ് എക്സിക്യൂട്ട് ആവണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ റിജക്റ്റ് ആണ്. അതുപോലെ പ്രോമിസ് ഡോട്ട് എനി റിസോൾവ്സ് ഓൺ ഫസ്റ്റ് സക്സസ്. ഓക്കെ, ഫെയിൽസ് ഓൺലി ഇഫ് ഓൾ ഫെയിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഓരോ സെനാരിയോസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാവുന്ന മെത്തഡുകളാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പ്രോമിസസിനെല്ലാം നോക്കുക, പ്രോമിസസിനെ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ആവുക, എന്നിട്ട് ഈ മെത്തേഡ്സിനെ കുറിച്ചിട്ട് നോക്കുക, എന്നിട്ട് ഈ മെത്തേഡ്സ് എവിടെയൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുക. അതുപോലെ അടുത്തതാണ് പ്രോമിസ് ഡോട്ട് യൂട്ടിലിറ്റീസിൽ വരുന്നതാണ് പ്രോമിസ് ഡോട്ട് റിസോൾവ്. നമ്മൾ നേരത്തെ കണ്ടു. പ്രോമിസ് ഡോട്ട് റിജക്റ്റ്, അതൊക്കെ ഇമ്മീഡിയറ്റ്ലി റിസോൾവ് അല്ലെങ്കിൽ റിജക്റ്റ് ആവുന്ന പ്രോമിസസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുകളാണ്. അതുപോലെ പ്രോമിസ് ഡോട്ട് ട്രൈയും അതുപോലെ വിത്ത് റിസോൾവേഴ്സ് എന്നുള്ള ഫംഗ്ഷനൊക്കെ ഇത് ഇത്തിരി കൂടി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ പ്രോമിസസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഫംഗ്ഷൻസ് ഉപയോഗിക്കുക, റിസോൾവ് വിത്ത് റിസോൾവേഴ്സ് ഒക്കെ. അപ്പോൾ ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതൊക്കെ നല്ല നമുക്ക് പ്രോമിസസിനെ കൺട്രോൾ ചെയ്യാൻ കേപ്പബിലിറ്റിയുള്ള നല്ല പവർഫുൾ ഫംഗ്ഷൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോമിസസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി ഈ ഒരു ലിങ്ക് ഞാൻ ഈ സ്ലൈഡിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലിങ്കിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാം. അതുപോലെ തന്നെ മോസില്ല ഫൗണ്ടേഷൻ്റെ പ്രോമിസസിൻ്റെ ആർട്ടിക്കിളും ഞാൻ അതിൽ കൂടുതൽ കണ്ടന്റ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട്. അപ്പോൾ ആ ആർട്ടിക്കിളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് വായിക്കാം ആക്ച്വലി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു ബേസ് ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു ആർട്ടിക്കിൾ കൂടിയും വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കൂടുതൽ നിങ്ങൾ ഒത്തിരി കൂടി ഭയങ്കര കേപ്പബിൾ ആയിരിക്കും. അപ്പോൾ ഈ പ്രോമിസസ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം വേറെ ഒന്നുമല്ല. പ്രോമിസസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അസിങ്കും അല്ലെങ്കിൽ അസിങ്ക വെയിറ്റ് ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ചും കൂടുതൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.